നമസ്കാരം. എല്ലാവർക്കും ആത്മ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 PSC ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ല വർഷമാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരുപാട് പരീക്ഷകൾ വരാറുണ്ട്. ഒരുപാട് പേർ ജോലിയിലേക്ക് കയറുന്നതിൻ്റെ തുടക്കമാണ് 2024 എന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ആദ്യം തന്നെ PSC ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ അറിയിപ്പുകൾ നമുക്ക് തന്നിട്ടുണ്ട്. PSC അതിൻ്റെ വാർഷിക പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് PSC വാർഷിക പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നത്. 2021 ഫെബ്രുവരിയിലാണ് ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചത്. അന്ന് മെയ് മുതൽ ഡിസംബർ വരെയുള്ള പരീക്ഷകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം വന്ന 2024 ജനുവരി 1 പ്രസിദ്ധീകരിച്ച വാർഷിക പരീക്ഷാ കലണ്ടർ പ്രകാരം 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള പരീക്ഷകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൽ 10th ലെവൽ പ്രിലിംസ് വരുന്നുണ്ട്, ഡിഗ്രി ലെവൽ പ്രിലിംസ് വരുന്നുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട തസ്തികളായ LGS, LDC എന്നിവയെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ LGS, LDC പരീക്ഷകൾക്ക് പ്രിലിംസ്, മെയിൻസ് എന്നിങ്ങനെയുള്ള 2 ഘട്ടങ്ങൾ ഉണ്ടാവില്ല. ഇനി ഒറ്റ പരീക്ഷയേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പ്രിലിംസ് പരീക്ഷ ഒഴിവാക്കി എന്നുള്ളതല്ല. 10th ലെവൽ കോമൺ പ്രിലിംസിൻ്റെ പരീക്ഷാ തീയതിയും അതിൽ ഏതൊക്കെ തസ്തികകളാണ് അതിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. 134/2023 പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കുള്ള സ്റ്റോർ കീപ്പർ, 259/2023 ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കുള്ള സ്റ്റോർ കീപ്പർ, 446/2023 പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, 447/2023 ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്കുള്ള ലാബറട്ടറി അസിസ്റ്റൻറ്റ്, 587/2023 ഓഫീസ് അറ്റൻഡൻറ്റ്, സെക്രട്ടേറിയറ്റ്, PSC ഓഡിറ്റ് വകുപ്പ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. ഇത്രയും തസ്തികകളാണ് 10th ലെവൽ കോമൺ പ്രിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 10th ലെവൽ കോമൺ പ്രിലിംസിൻ്റെ പരീക്ഷ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളായി നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാ പരീക്ഷയും ഒരു 3 മാസ സമയപരിധിയാണ് PSC തന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളായി നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു 6 തസ്തികകൾ അല്ലെ 11 കാറ്റഗറികളിലേക്കുള്ള പരീക്ഷയാണ് ഇതിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വിജയിക്കുന്നവർക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലുള്ള മെയിൻ പരീക്ഷയും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയിൽ ഉൾപ്പെടുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 433/2023, 434/2023 കേരള ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജർ, 527/2023, 528/2023 മാർക്കറ്റിംഗ് ഓർഗനൈസർ, കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ളത്, 544/2023 എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സൈസ് ഇൻസ്പെക്ടർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സെക്രട്ടറി, 571/2023 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, 572/2023, 573/2023, 574/2023 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, 575/2023, 576/2023. ഇത്രയും പരീക്ഷകളാണ് ഈ പറയുന്ന ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളായി നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ 10th പ്രിലിംസും ഗ്രാജുവേറ്റ് പ്രിലിംസും കഴിഞ്ഞാൽ അതുകൂടാതെയുള്ള കുറച്ച് തസ്തികകൾ CPO, വനിതാ CPO, പോലീസ് കോൺസ്റ്റബിൾ, സിവിൽ എക്സൈസ് ഓഫീസർ എന്നിവ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. UP സ്കൂൾ ടീച്ചർ ജൂൺ ടു ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലും, LP സ്കൂൾ ടീച്ചർ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലുമാണ് നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. LD ക്ലർക്ക് വിവിധ വകുപ്പുകളിലേക്കുള്ളത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ നടത്തുമെന്ന് അറിയിച്ചിരുന്നത്. ഒരു വലിയ പരീക്ഷയാണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്ന പരീക്ഷയാണ് LD ക്ലർക്ക്. പുതിയ പേര് ക്ലർക്ക് എന്ന വിവിധ വകുപ്പുകളിലേക്കുള്ളതാണ്. ലാസ്റ്റ് ഡേറ്റ് സർവൻ്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളായി നടക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുവിധപ്പെട്ട പ്രധാന തസ്തികകൾ 2023 നോട്ടിഫിക്കേഷൻ വന്ന ഒരുവിധപ്പെട്ട പ്രധാന തസ്തികകളിലൊക്കെ പരീക്ഷകൾ 2024 ഡിസംബറിനുള്ളിൽ തീരുന്ന രീതിയിലുള്ള ഒരു പരീക്ഷാ കലണ്ടറാണ് PSC പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു നല്ല സിസ്റ്റമാണ്. കാരണം കൃത്യമായിട്ടുള്ള നേരത്തെ തന്നെ ഏതാണ്ട് ഒരു മാസം, തീയതി ഒന്നില്ലെങ്കിലും ഏതാണ്ട് ഒരു മാസം അറിയിച്ച ഉദ്യോഗാർത്ഥികളെ പഠനത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയൊരു കാൽവെപ്പാണ് PSC ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം വന്ന മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. LD ക്ലർക്കിനും LDCക്കുമുള്ള അപേക്ഷകരാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. LD ക്ലർക്കിന് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 17,58,338 പേർ അപേക്ഷിച്ചപ്പോൾ ഇപ്പോൾ 12,95,446 പേരാണ് അപേക്ഷ അയച്ചിട്ടുള്ളത്. ജനുവരി 3 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അത് പിന്നെ 2 ദിവസം കൂടി ദീർഘിപ്പിച്ച് ജനുവരി 5 വരെ ആക്കിയിരുന്നു. എന്നാലും 4,62,892 അപേക്ഷകരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്.
PS പുതിയ പരീക്ഷാ രീതിയും ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കണം, കോമ്പറ്റീഷൻ ലെവലൊക്കെ ആയിരിക്കണം ഉദ്യോഗാർത്ഥികളൊന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു കാരണമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് സർവൻസിൻ്റെ അപേക്ഷ ജനുവരി 6 വൈകിട്ട് വരെ 3,50,000 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ജനുവരി 17 വരെയാണ് ഇതിൻ്റെ തീയതി. 7 ലക്ഷത്തോളം പേരാണ് അപേക്ഷിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ച വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 1601 പേരാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓഗസ്റ്റ് 25 നടത്തിയ പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റാണ് ഇത്. മെയിൻ ലിസ്റ്റിൽ 770, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 793, ഭിന്നശേഷി ലിസ്റ്റിൽ 38 എന്നിങ്ങനെയാണ് 1601 പേരുടെ ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് 57 ആണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോമൺ പ്രിലിംസ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചാണ്. ആദ്യ 4 ഘട്ട പരീക്ഷകൾ നടന്നിരുന്നു. 2023 ഒക്ടോബർ 14, നവംബർ 11, നവംബർ 25, ഡിസംബർ 9 തീയതികളിൽ പൊതു പ്രാഥമിക പരീക്ഷ നടത്തിയിരുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്കായി ഒരു ഘട്ടം കൂടി, 5ാം ഘട്ടം കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 20 നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് 4 ഘട്ടം പരീക്ഷ എഴുതാൻ കഴിയാത്ത അർഹരായ ഉദ്യോഗാർത്ഥികൾ ജനുവരി 10 അപേക്ഷിച്ച് ജനുവരി 20 പരീക്ഷ അറ്റൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മാറി നിൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ താഴെ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനം നടത്തിയ പരീക്ഷ, അപകടത്തെ തുടർന്ന് ചികിത്സയിലുള്ളവർ, അസുഖബാധിതർ, പ്രസവ സംബന്ധമായ അസുഖങ്ങൾ, ഗർഭിണികളായ ഉദ്യോഗാർത്ഥികൾ, യാത്രാ ബുദ്ധിമുട്ടുള്ളവർ, ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചവർ, സ്വന്തം വിവാഹം, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കാണ് ഒരു അവസരം കൂടി PSC നൽകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.